ഇടതുപക്ഷവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരിക്കലും തിരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതിയിൽ കേന്ദ്രം ആളുകളെ പറ്റിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്നും വീണ്ടും ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ കോൺഗ്രസിന് ഏതെങ്കിലും കാലത്ത് തത്വാധിഷ്ഠിതമായ നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് 1960 വിമോചന സമരം കഴിഞ്ഞ് സഖാവ് EMS പട്ടാമ്പിയിൽ മത്സരിക്കാൻ പോകുന്നു. അവിടെ ജനസംഘം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ പ്രവർത്തനം ആരംഭിച്ചു. പൊതു സ്ഥാനാർത്ഥി EMSനെ പരാജയപ്പെടുത്താൻ ആ പൊതു സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെതായി വന്നു. ദീനദയാൽ ഉപാധ്യായ അന്നത്തെ ജനസംഘത്തിൻ്റെ സമുന്നതനായ നേതാവ്, അദ്ദേഹം പട്ടാമ്പിയിൽ വന്ന് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു EMSനെ പരാജയപ്പെടുത്താൻ. ഇതല്ലേ ഉണ്ടായത്? ആരെയും ഒഴിപ്പിക്കാനല്ല സർക്കാരിന്റെ നിലപാട്. നോട്ടീസ് നൽകരുതെന്ന് വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകി. നിയമപരമായ സംരക്ഷണത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനാണ് ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചത്. സർക്കാർ തീരുമാനത്തെ സമരക്കാർ അംഗീകരിച്ചു. ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. പ്രളയത്തിലും പ്രത്യേക സഹായം കേന്ദ്രം നൽകിയില്ല. സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദില്ലിയിലെത്തി വീണ്ടും സഹായം ചോദിച്ചു. ഒന്നും സർക്കാർ ചെയ്തില്ല. ദുരന്ത നിവാരണ നിധിയിൽ നിന്നും പണം എടുക്കാമെന്നാണ് പറയുന്നത്. അതെടുത്താൽ കേന്ദ്രം തിരികെ തരുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഉപയോഗിക്കണമെങ്കിൽ മാനദണ്ഡമുണ്ട്. അതിന് കേന്ദ്രം പണം തിരികെ തരാൻ വ്യവസ്ഥയില്ല. കേന്ദ്രം കോടതിയിൽ നൽകിയത് ആളുകളെ പറ്റിക്കുന്ന നിലപാടാണ്. ഇത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നേരിട്ട് അറിയിക്കും. ഇതിനായി ദില്ലിയിൽ പോകും. മറ്റു സംസ്ഥാനങ്ങൾക്ക് പണം നൽകിയപ്പോൾ കേരളത്തിന് ഒന്നും തന്നില്ല. രാജ്യത്ത് എല്ലായിടത്തുമുള്ളത് ഇന്ത്യക്കാരല്ലേ? കേരളം ഇന്ത്യക്ക് പുറത്താണോ? കേരളം യാചിക്കുകയല്ല, ചോദിക്കുന്നത് അവകാശമാണ്. പുനരധിവാസത്തിനും കേന്ദ്ര പിന്തുണ വേണം. സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി അതുപോലെ നടപ്പാക്കും. സ്ഥലം ഏറ്റെടുപ്പിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബിയെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് CPM നേരത്തെ 3ാം സ്ഥാനത്താണ്. ചേലക്കരയിൽ എല്ലാ സന്നാഹവും ഒരുക്കി. എന്നിട്ട് എന്തായി? 2016 LDF വോട്ട് കൂടുതൽ നേടി. ജനങ്ങൾ സർക്കാരിനൊപ്പം എന്ന് വ്യക്തമാക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഉപതെരഞ്ഞെടുപ്പിലേതെന്നും അദ്ദേഹം പറഞ്ഞു. ഫസ്റ്റ് വൺ ന്യൂസ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, ഓപ്പോസിറ്റ് മാഗ്നം മാൾ, മെയിൻ റോഡ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, ഏറ്റവും നല്ലത്.